പ്രിയമുള്ളവരെ, ലിറ്റിൽ സ്റ്റാർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ക്യാരറ്റ്, സവോള, ബീൻസ്, പച്ചമുളക്, ക്യാബേജ്, മല്ലിച്ചപ്പ്, സൺഫ്ലവർ ഓയിൽ, സോയാ സോസ്, കുരുമുളക് പൊടി, ഉപ്പുപൊടി, വേവിച്ച് വെച്ച ബസുമതി റൈസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതിനായി ചുവട് കട്ടിയുള്ള ഒരു ഉരുളി ആണ് ഉപയോഗിക്കുന്നത്. അടുപ്പ് കത്തിച്ച് ചൂട് കട്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീടാണ് ഓരോ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. എന്നാലേ ഓരോന്നോരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. തീ കൂടാൻ പാടുള്ളതല്ല. തീ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെച്ച സാധനങ്ങൾ കരിയും. അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. പച്ചക്കറികൾ അധികം വേവിക്കേണ്ടതില്ല. എല്ലാം ഒന്ന് നന്നായി വാടിയാൽ മതി. ഫ്രൈഡ് റൈസ് എന്ന ഈ ചൈനീസ് ഡിഷ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് ഡിഷാണ്. സോയാ സോസ് നിർബന്ധമാണിതിന്. നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് അരിയുമ്പോൾ വളരെ ചെറുതായി അരിയാൻ ശ്രദ്ധിക്കണം. ക്യാരറ്റ് ഇളക്കി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ധാരാളം അരിഞ്ഞ് ചേർക്കുമ്പോൾ കുട്ടികൾ അറിയാതെ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം അത് കഴിച്ചു. അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഞാൻ കുറച്ചധികം ക്യാരറ്റും ബീൻസും അരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബീൻസ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. തീ കൂടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന ബെല്ലൈക്കണിൽ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബീൻസ് നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ക്യാബേജ് ഇട്ട ശേഷം നമുക്ക് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ എഗ്ഗ് ആണെങ്കിൽ എഗ്ഗ് ചിക്കി പൊരിച്ച് ഇതിലിട്ട് കൊടുക്കുക. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വേവിച്ച് ചെറിയ ചെറിയ പീസാക്കി ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയ കാരണമാണ് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്തത്. ക്യാബേജ് നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്ത കാരണം ഇതിൽ പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്.
ഉപ്പ് ഏറാതെ ശ്രദ്ധിക്കണം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി എല്ലായിടത്തും ഇളക്കി ചേർക്കുന്നതാണ്. പച്ചക്കറികളൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ സോയാ സോസാണ് ഒഴിക്കേണ്ടത്. ഞാൻ 1 സ്പൂൺ സോയാ സോസേ ഒഴിച്ചിട്ടുള്ളൂ. 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ബസ്മതി റൈസ് ചേർത്ത് കൊടുത്ത ശേഷം ഇളക്കി നന്നായി എല്ലായിടത്തും ഇളക്കി ചേർക്കേണ്ടതാണ്. നന്നായി ഇളക്കി എല്ലായിടത്തും ആയ ശേഷം അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ചേർത്തതിന് ശേഷം നന്നായി വേവിക്കേണ്ടതില്ല. അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇനി മല്ലിച്ചപ്പ് ചേർത്ത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. റെഡിയായതിന് ശേഷം അടുപ്പത്ത് തന്നെ അധികം നേരം ഇരിക്കേണ്ടതില്ല. ഇത് നമ്മൾ ചമ്മന്തി കൂട്ടിയാണ് കഴിക്കുന്നത്. പുതിന ചമ്മന്തി, പുതിനയില, തേങ്ങ, പച്ചമുളക്, വിനാഗിരി, ഉപ്പ് ഇവ ചേർത്ത് അരച്ച ചമ്മന്തി ചേർത്ത് ആണ് കഴിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് കണ്ടാൽ. കുട്ടികൾക്കും കുടുംബത്തിനും ഇത് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബൈ, താങ്ക് യു.